അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെല്ലാവരും വിൻഡോസ് 11 കാത്തിരുന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ചെയ്യണേ. കാരണം നിങ്ങൾ കണ്ടില്ലേ, 29 സബ്സ്ക്രൈബർ അങ്ങാറ്റുള്ള നമുക്ക് അങ്ങോട്ടേക്ക് എത്തണ്ടേ. അപ്പോൾ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വിൻഡോസിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് ഈ മാസം വരുന്നുണ്ട്. ഞാൻ ഊഹിച്ച് പറഞ്ഞത് ഈ മാസം ആയിരിക്കും എന്നുള്ളത്. മൈക്രോസോഫ്റ്റിൽ കൺഫർമേഷൻ ആ സമയം ഉണ്ടാക്കിയ, ബട്ട് അവസാനം അവർ കൺഫേം ചെയ്തതിന്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്താന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നതിന് അപ്ഡേറ്റ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വിൻഡോസ് 11 24H2 അവസാനം 660 KB, അത് ബിൽഡ് വരുന്നത് 2600 അതാണ് ബിൽഡ് നമ്പർ വരുന്നത്. അപ്ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സെറ്റിങ്സിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനം എടുത്ത് മേലെ കൊണ്ടിട്ട് കോപ്പൈലറ്റ് പ്ലസ് PC ആ ഫീച്ചർ ആദ്യം ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഒരു കാര്യം, നിങ്ങളെ PC AI സപ്പോർട്ടഡായ കോപ്പൈലറ്റ് പ്ലസ് PC ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അവിടെ AI സജഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് എൻ്റെ AI വരുന്നില്ല, NPU ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ല. NPU നിങ്ങൾക്ക് 48 ടോപ്സിന് മുകളിലായിരിക്കണം. അതിൻ്റെ താഴെ ആയതുകൊണ്ട് ആ ഓപ്ഷൻ ഇല്ല. അതിന് മുകളിലുള്ള ടോപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് തന്നെ AI ഫീച്ചേഴ്സ് ഇവിടെ വരും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ അവിടെ സജസ്റ്റ് ചെയ്ത് കാണിക്കും. പിന്നെ AI വെച്ച് സെർച്ച് ചെയ്യാൻ എല്ലാ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ X8 വെച്ചിട്ടുള്ള മോഡലാണ് കിട്ടുക. അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ X8 വെച്ചിട്ടുള്ള കോപ്പയ. അതിൻ്റെ ആർക്കിടെക്ചർ ഡിഫറെൻ്റ് അല്ലേ, ARM CPU ആണ്. അതിൻ്റെ അകത്ത് എല്ലാ AI ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ അപ്ഡേറ്റിലേക്ക് കാര്യമായ വിഷയത്തിലേക്ക് വന്നില്ല. അപ്പോൾ വിഷയം ഞാൻ വരാം. നിങ്ങൾ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ പോവുക. അഡ്വാൻസ്ഡ് ഓപ്ഷൻ റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നില്ല. അപ്പോൾ പിന്നെ റീസെറ്റ് PC പുതിയതായിട്ടുള്ളതാണ് ക്വിക്ക് മെഷീൻ റിക്കവറി. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ വിൻഡോസിൽ ബ്ലൂ സ്ക്രീൻ എറർ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് തലവേദന പിടിപ്പിക്കുന്ന കാര്യമാണ്. ആ ബ്ലൂ സ്ക്രീൻ എറർ ഉള്ള സാധനം ഇനി നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈക്രോസോഫ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം തന്നെ അതിനെ ഫിക്സ് ചെയ്യും. അങ്ങനത്താണ് പുതിയ ഫീച്ചർ. നമ്മളിത് വരും എന്ന് കരുതിയിട്ട് കുറേ നാളായി കാത്തിരിക്കുന്ന സാധനം ഫൈനലി സ്റ്റേബിളായിട്ടുള്ള വെർഷൻസിൽ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി. മിഞ്ഞാന്ന് മുതലേ റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ ഈ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ആ ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഓണാക്കാൻ ഓൾറെഡി ഇത് ഓണാവും. നിങ്ങൾക്ക് വേണ്ടാത്തുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക. പിന്നെ ഇത് ഓണാക്കിയുള്ള ഗുണം എന്ന് വെച്ചാൽ ആ ബ്ലൂ സ്ക്രീൻ എറർ അറിയാലോ, അതൊരു തലവേദന പിടിച്ച പരിപാടിയാണ്. അത് ഫിക്സ് ചെയ്യാനെന്നവർക്ക് നല്ലോണം അറിയാം. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ബ്ലൂ സ്ക്രീൻ എറർ വന്ന് നിൽക്കുന്ന വിൻഡോസ് 10 യൂസേഴ്സും ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അതിനെക്കുറിച്ച് അതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറ. ഞാൻ അടുത്ത വീഡിയോയിൽ ആ വീഡിയോ ആയിട്ട് വരാം. സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു 4-5 മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളിത് ഓപ്ഷൻ ഓണാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റീസ്റ്റാർട്ട് ആകുന്നതാണ്. അത് നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. റെക്കമെൻഡഡ് 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ ചോയ്സാണ് എത്ര സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് പിന്നെയെന്ന് വെച്ചാൽ ഡിസൈൻ ചേഞ്ച് കാര്യമായിട്ട് പറയില്ല. പിന്നെ കോപ്പൈലറ്റ് പ്ലസ് PC യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഡിസൈൻ ചേഞ്ചിലുള്ള ഒരു പുതിയ ഫീച്ചർ എന്ന് വെച്ചാൽ, നമ്മളെ ഈ സ്റ്റാർട്ട് മെനു ഇല്ലേ, ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫോൾഡേഴ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള സൈസുള്ള ഫോൺ സൈസുള്ള ഫോൾഡേഴ്സിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ട് കാണാൻ പറ്റും. അത് പിന്നെ കോപ്പൈലറ്റ് പ്ലസ് PCയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വേറെയും ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾക്ക് അറിയാലോ, മറ്റേ റീകോൾ അത് കോപ്പൈലറ്റ് പ്ലസ് PCയിൽ അതുള്ളൂ. 48 ടോപ്സിന് മുകളിൽ നമുക്ക് NPU വേണം, എന്നാലേ ആ ഫീച്ചർ നമുക്ക് കിട്ടും. അല്ലാണ്ട് കിട്ടാനുണ്ട്. അതിന് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടോ അതും ഞാൻ ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ 48 ടോപ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അതിൻ്റെ റീകോൾ നമ്മളെ ഹോം സ്ക്രീനിലുള്ള എന്താണെന്ന് പറയുക ടെക്സ്റ്റ് കാര്യങ്ങൾ
ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ബീറ്റയിൽ മാത്രമേ കിടപ്പുള്ളത്. അത് സ്റ്റേബിളിൽ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ലേറ്റസ്റ്റായി വന്ന അപ്ഡേറ്റിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണടാ. എല്ലാവരും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വല്ലാണ്ട് അങ്ങ് താഴോട്ടുള്ള ഒന്ന് കയറണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക. പിന്നെ അത് ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇനി.